രാവിലെ എങ്ങോട്ടാ? ബാറിലേക്കാണോ? എങ്കി പോണ്ട. ദാ ഇതൊക്കെ ഞാൻ എന്നേ നിർത്തി മോളെ. വേണ്ട, ഡാഡിയുടെ കൊച്ചു കൊച്ചു സുഖങ്ങളൊന്നും വേണ്ടാന്ന് വെക്കണ്ട. പണിയെടുക്കാൻ എനിക്കും കഴിയും, സമ്പാദിക്കുന്നുണ്ട് ഡാഡി. ഞാൻ ഒരു ഈവനിങ് ഡെയിലിയിൽ റിപ്പോർട്ട്, ചില മാഗസിൻസിൽ ഫീച്ചേഴ്സ്. ഇനി ഡാഡി അലയണ്ട. ക്ഷമിക്കണം മോളെ, ഡാഡിക്ക് അബദ്ധം പറ്റി. അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ. ഇനി എവിടെയെങ്കിലും പോയി വല്ല കൂലിപ്പണി ചെയ്തെങ്കിലും നിങ്ങളെ പോറ്റിയില്ലെങ്കിൽ ചത്ത് മോളി ചെല്ലുമ്പോ കർത്താവ് വെറുതെ വിടുവോ? ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യില്ല. മരകയും മോളും എന്നോട് ക്ഷമിക്കണം. ആർ യു ട്രൈങ് ടു ചീറ്റ് മീ? തമ്പ്ര, വേണ്ട. കാര്യം കാണാൻ ശീലിച്ചു വെച്ച ഈ ഡയലോഗ് പ്രസന്റേഷനിലെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ, അത് രവിവർമ്മയോട് വേണ്ട. ഹരിയെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കി തന്ന കൊന്ന് കൈ തരാവുന്ന വാഗ്ദാനം ചതിയായിരുന്നല്ലേ? അത്രേ ഉള്ളോ? തമ്പ്രാന്റെ അങ്കക്കലി കണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി. ഹരിപ്രസാദിന്റെ ശവം എനിക്ക് മഹേന്ദ്രവർമ്മ തമ്പ്രാനെ കൊണ്ട് തീറ്റിക്കണം. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. നോക്കാം, മഹേന്ദ്രവർമ്മ തമ്പ്രാന്റെ അഗ്നിബലം ഒന്ന് പരീക്ഷിക്കാം. കുട്ടി, ഞാൻ എന്താ പറയുന്നത്? കൃഷ്ണപുരം പാലസ്. തമ്പ്രാനുണ്ടോ? അതെ, വർമ്മയാണ്. ഹലോ, ആരാത്? ഹലോ, ആരാത്? കേട്ടുമറന്ന ശബ്ദം. ഇല്ല, ഈ ശബ്ദം തമ്പ്രാൻ കേട്ടിട്ടുണ്ടാവില്ല. പ്രജ്ഞാതന, അനാഥൻ. ആളറിയിക്കാൻ ബുദ്ധിമുട്ടാച്ചാ വേണ്ട. എന്താണാവോ? തമ്പ്രാന്റെ മകളെ കൊന്ന ഹരിപ്രസാദ് ജാമ്യത്തിലിറങ്ങി. അറിഞ്ഞു കാണുമല്ലോ. പ്രതികാര ബുദ്ധിയൊക്കെ പോയി, വയസ്സായി. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനാ പ്രതികാരം? എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഹരിപ്രസാദ് ചിരകാലം സസുഖം ജീവിക്കട്ടെ. ശത്രുവിനെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു. അവിടുന്ന് ആരായാലും ഇനി എന്നെ ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കുട്ടി, ഒരു വല്ലാത്ത മെസ്സേജ് ആയിരുന്നല്ലോ കുട്ടി ഫോണില്. അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? അറിയാം. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിയെ കൊന്നവൻ ഒരു നേർച്ചക്കോഴിയെ പോലെ അയാളുടെ കസ്റ്റഡിയിലുണ്ട്. ക്ഷത്രിയ തേജസ് ഉണരുമ്പോ പറയുക, കൊലക്കത്തിക്കിരയാക്കാൻ ഏത് നിമിഷവും എന്നെ എത്തിച്ചു തരാമെന്ന്. ഇതല്ലേ തമ്പുരാൻ ബാവയുടെ മെസ്സേജ്? അതെ. എന്താ ഞാനിപ്പോ പറയണ്ടേ? രക്ഷപ്പെടുക, എവിടെയെങ്കിലും പോയി. അഭയം തരാനുള്ള ബാല്യമില്ല കുട്ടി എനിക്ക്. നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ എല്ലാം തകരും. എന്നെ കരുതി തമ്പുരാൻ പേടിക്കണ്ട. മറ്റാരേക്കാളും ബാവയുടെ മനസ്സ് എനിക്കറിയാം. കളരി വേറെയാണെങ്കിലും ഞാനും അവനും പഠിച്ചത് ഒന്ന് തന്നെയാണ്. അത്ര ഈസി ടാർഗറ്റ് അല്ല ഞാനെന്ന് പാവം മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്ത് ടാർഗറ്റ്? നിങ്ങളുടെ പ്ലാനിങ് എല്ലാം മിസ്ഫയർ ആവുകയല്ലേ ബാവ? ഒരു ക്രൂര പ്രതികാരത്തിന്റെ ആത്മസംതൃപ്തിയായിരുന്നു നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്തത്. നിഷ്പ്രയാസം തൂക്കിലേറ്റാവുന്ന ഒരു പ്രതിയെ ഇല്ലാത്ത ലാ പോയിന്റുകളുടെ ലൂപ്പ് ഹോൾസ് തേടി അവനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. എന്താണാവോ ഇവിടുത്തെ ടാർഗറ്റ്? പുച്ഛിക്കല്ലേ വക്കീലേ.
പുച്ഛിക്കല്ലേ. എന്താണാവോ ഇവിടുത്തെ ലോ പോയിന്റ്? ഒരു ചട്ടക്കാരുടെ 1.5 കിലോമീറ്റർ നീളത്തിലുള്ള ആത്മകഥ. അവളും അവനും കൂടെ കോടതി വളപ്പിൽ കിടന്ന് ശൃംഗരിച്ചതിന് താൻ തന്നെയല്ലേ സാക്ഷി? തിരിച്ച് ജയിലിലായിക്കോ ഹരിപ്രസാദിനെ. കേസ് കോടതി വരുമ്പോ ഞാൻ ഇങ്ങനൊരു ഫാക്സ് അയച്ചിട്ടില്ല. ഹരിപ്രസാദ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സ്വന്തം ചേട്ടനെ പോലാണ്. അദ്ദേഹം കൊന്നിട്ടില്ല, ഈ വക്കീൽ ഒരു കള്ളനാണ് എന്നവളോട് വിളിച്ചു പറഞ്ഞാലോ? തന്റെ ലോ പോയിന്റ് ഏത് കോടതി സ്വീകരിക്കും? അവളത് പറയും. പറയാൻ പാടില്ല. ജീവിച്ചിരുന്നാലല്ലേ അവള് കോടതിയിലെത്തൂ. ഭഗവാന്റെ ലീല. നാളത്തെ സൂര്യോദയം കാണാൻ ആ പെങ്കൊച്ചിന് വിധിയില്ലാണ്ട് പോയാലോ? അങ്കിൾ, എന്താ മോനെ? അങ്കിൾ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ബാബ എന്നെ ചതിക്കായിരുന്നു. എന്നെ മാത്രമല്ല, നമ്മളെല്ലാം. പച്ചക്കള്ളം. ചീറ്റ് ചെയ്യുന്നത് ബാബയല്ല ഡാഡി, ഇയാളാണ്. വിശ്വസിക്കരുത്. ഡാഡി ജാമ്യത്തിൽ ഇറക്കാൻ 5000 രൂപയും 2 ആൾ ജാമ്യവും. ആ സെന്റിമെന്റ്സ് മുതലെടുക്കാൻ വന്നിരിക്കുകയാണല്ലേ? അതേടി, സെന്റിമെന്റ്സ് ആണ് എന്റെ ഏക അസറ്റ്. നീയാണ് എന്റെ രഹസ്യ കാമുകി. കള്ളക്കഥയുണ്ടാക്കി ലക്ഷ്മിയെ ചുട്ടുകൊന്നത് നിനക്ക് വേണ്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ബാബ. ഇനിയുള്ള എന്റെ ജീവിതം ജൂലി മൊത്തന്ന്. എന്റെ പട്ടി വരും തന്റെ കൂടെ. നീ ഡോബർമാൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന കൊല്ലി പട്ടി ഉണ്ടല്ലോ, അതിനെ കൂടെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. തൽക്കാലം സമയമില്ല. അങ്കിൾ, അങ്കിളെങ്കിലും ഇവിടെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ബാബയുടെ ആദ്യത്തെ ടാർഗറ്റ് ഇവളാണ്. ഡാഡി പ്ലീസ് വിശ്വസിക്കരുത്. ഷട്ട് യുവർ ഫിൽത്തി മൗത്ത്. ബാബയുടെ ആൾക്കാർ ഇപ്പൊ ഇവിടെ എത്തും. എരിഞ്ഞിറങ്ങുമല്ലാം. യെസ്, ലോറൻസ് സ്പീക്കിംഗ്. ആ ലോറൻസേ, ഇത് ബാവയാ. ഹായ് ബാബ, വേർ ആർ യു ഓൾഡ് മാൻ? ഇന്നലെ ഇവിടെ എത്താമെന്നായിരുന്നില്ലേ തന്റെ പ്ലാൻ? ഒക്കെ പിഴച്ചടൂ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. എൻ്റെ ഒരു കച്ചി ചാടിപ്പോയി. എ വെരി ഡേഞ്ചറസ് ഫെലോ. കരയ്ക്കണഞ്ഞാല് എൻ്റെ തന്നെ ജീവിതം ഇല്ലാതാക്കാൻ കഴിയുന്നവനാ. എന്നിട്ട് ചാടിപ്പോയൻ എവിടെ? അറബിക്കടലില്ല. ഒരു ഫിഷിംഗ് ബോട്ടിൽ അവൻ രക്ഷപ്പെട്ടത്. കേരളത്തിൽ എവിടെയും കരയ്ക്ക് അണയാൻ സാധ്യതയില്ല. അടുത്ത ലാൻഡിംഗ് പോയിന്റ് തന്റെ ഏരിയയിൽ എവിടെങ്കിലും ആയിരിക്കും. മംഗലാപുരം. എന്താ ഉറപ്പ്? ബോംബെ, ഗോവ അങ്ങനെ ടാർഗറ്റ് ആയിക്കൂടെ അവന്? സാധിക്കില്ലടോ. ഒരു ആവറേജ് ഫിഷിംഗ് ബോട്ടിന്റെ ഫ്യൂവൽ കപ്പാസിറ്റി മംഗലാപുരം കൊണ്ട് തീരും. ജസ്റ്റ് ഒരു ഫിഷിംഗ് ബോട്ട്, അതിലേതോ ഒരുവൻ. ഹൗ കൻ ഐ ഐഡന്റിഫൈ ഹിം? ആ ബോട്ട് വേറെ ആരുമില്ല. ഇവനും ഒരു പെണ്ണും, 2 പേർ മാത്രം. ആരായി കക്ഷി? ഒരു ഹരിപ്രസാദ്. ഹലോ. ഓക്കെ ബാബ, അറബിക്കടലിൽ എവിടെയുണ്ടെങ്കിലും നാളെ അവൻ ഇവിടെ ഉണ്ടാകും, എന്റെ ബംഗ്ലാവിൽ.